ആ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊടുക്ക, ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊടുക്ക. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ഇതിലിപ്പോ കൂടുതലൊന്നും ആലോചിക്കാനില്ല. വിവാഹം സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെടുന്നു എന്നാണല്ലോ. ഇപ്പൊ തന്നെ നമ്മൾ തമ്മിൽ പരിചയപ്പെടാനും ഇയാൾ പെണ്ണന്വേഷിച്ച് നടക്കുകയാണെന്നും ഒന്നിനെയും പിടിക്കുന്നില്ലെന്ന് ഞാൻ അറിയാൻ എന്താ കാരണം? ദൈവനിശ്ചയം. ശരിയാ. നമ്മളിപ്പോ കണ്ട ആ വീടും പറമ്പും അവളുടെ പേരിലുള്ളതാ. എന്റെ മോളായോണ്ട് പറയല്ല, കടലിൽ പോയി അധ്വാനിക്കുന്ന വേറെ ഏത് പെണ്ണുണ്ട് ഈ രാജ്യത്ത്? അതുകൊണ്ടല്ലേ ഞങ്ങൾക്കും കേട്ടപ്പോ താല്പര്യമായത്. പുലർച്ചെ പോയവര് വരാറായി, നമുക്കൂടെ നിൽക്കാം. വരുന്നതാണ് പെണ്ണ്. നാണിക്കെട്ടാ, ശരിക്കും നോക്കിയോ? കേപ്പിയുടെ കൂടെ 2 ടീമുണ്ടല്ലോ, എന്തോ കോളുണ്ടാ. എന്താണ് പുതിയ കൂട്ടുകാരൊക്കെ ആയിട്ട്? ഞങ്ങള് മോള് വരുന്നത് കാത്തു നിൽക്കുക. ഇവരെവിടെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങള് ശരിക്കും തൃക്കുന്നപ്പുഴക്കാരാ. ഈ കരയെ വന്നിട്ട് കുറച്ചാളെ ആയുള്ളൂ. നിങ്ങ വിശ്വംബറിന്റെ വീട് വാങ്ങിച്ചാ? നമ്മുടെ കണ്ണപ്പന്റെ കമ്പിന്റെ പുറകില്ല. അതേടാ. ഇന്നെന്താണ് പെയ്ത്ത്? ഇന്ന് ചാളയാണ്. നിങ്ങ എത്ര ഭാഗം ഇറക്കത്തിലാണ് വലയടിക്കുന്നത്? ഞങ്ങ 35 ഭാഗത്തിന്. ഏത് വള്ളത്തിലാ പോണത്? ഉദയസൂര്യനില്ല, സ്വന്തം വള്ളാണ്. പുതിയൊരു ലൂപ്പ് പോലെ വാങ്ങിയിട്ടുണ്ട്. നാളെ വല തന്നെയാ. നിങ്ങളെന്താ നേരത്തെ കര പിടിച്ചേ? തെക്ക് പടിഞ്ഞാറ് കരിങ്കാര് കണ്ടപ്പോ ഞാനാണ് പറഞ്ഞ നേരത്തെ പോരാ. മോള് കിട്ടോ? ചെല്ലടി. എനിക്കിഷ്ടായി. എന്നാ പിന്നെ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. പിന്നെന്താ? എന്തുറപ്പിക്കാന്ന്? അപ്പൊ ഒന്നും മനസ്സിലായില്ലല്ലേ? ഒരു പെണ്ണ് കാണലാ ഇവിടെ നടന്നത്. ഇതാണ് ചെറുക്കൻ, ചെറുക്കൻ്റെ അമ്മാവൻ. വന്നേ വാ. അപ്പൊ എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ? അയ്യോ, അതൊക്കെ കണക്ക് വരേണ്ട കാര്യങ്ങളല്ലല്ലോ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അത് ന്യായം. പെണ്ണിന് വീടും പറമ്പും കൂടാതെ ചെറുക്കനൊരു പുതിയ വള്ളവും വലയും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. സന്തോഷം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. അപ്പൊ ഉറപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് വരും. ഈ പുതിയ വള്ളം വില എന്ത് വില വരുന്ന കേപ്പിയുടെ വിചാരം? എന്ത് വില വരും? ചുരുങ്ങിയതൊരു 15 ലക്ഷം. താമരയുടെ പേരിൽ 15 ലക്ഷത്തിന്റെ ചിട്ടിയൊന്നും ഇല്ലാട്ടാ. അത് തന്നെ ഒന്ന് കളിയാക്കിയതാണല്ലോ. അവിടെ ഒരു 10,000 രൂപ ഞാൻ ചെലവാക്കിന്ന് വെച്ചേ. ഒന്നും വേണ്ട. എന്റെ ഈ മോതിരം വെറുതെ വിരലൊടിച്ച് കളയണ്ട. എന്ത് പറഞ്ഞാലും ഒപ്പ വിരലിൽ പിടിച്ചോളും. 15 അല്ല 20 ലക്ഷം എന്ന് പറഞ്ഞാലും ഈ KP വാക്ക് പറഞ്ഞ വാക്കാ. അത് ഞാൻ കൊടുത്തിരിക്കും, ഉറപ്പ്. ഇയാള് ഞങ്ങളുടെ താമര കടപ്പുറം വിട്ടു പോകുന്ന എനിക്ക് തോന്നല്ല. എന്താ? അവളുടെ കൂടെ ഈ കടപ്പുറത്തേക്കുന്ന ഒരു ചെക്കനെയാണ് അവൾക്ക് ആവശ്യം. അവളുടെ സമ്മതം ചോദിക്കാതെ ഉറപ്പിക്കാൻ പാടില്ലായിരുന്നു. അതിന് ഇനിയും വൈകിട്ടില്ലല്ലോ. നമുക്ക് അവിടെ സമ്മതം ചോദിക്കാടാപ്പാ. നീ വാ. അതാ ശരി. അല്ല പിന്നെ കേട്ടിടത്തോളം നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോഴായാലും ഇവക്ക് ഒരുത്തം കൂട്ടുവേണ്ടേ? അങ്ങനെ ഏതെങ്കിലും ഒരുത്തും മതിയോ? അയാൾക്ക് എന്താണ് കുഴപ്പം? കാണാനും തിരക്കേടില്ല അല്ലടി. അപ്പൊ ചേട്ടൻ ഏത് കണ്ടോണ്ടാ കണ്ടത്? ഇവിടെ വെച്ച് നോക്കുമ്പോൾ തീരെ പോര സ്ഥലമായി. എന്നെ പോലെ എല്ലാം തവനും എടുക്കുമാരെ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. ഉള്ളത് വെച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്ത്രീധനായിട്ട് വള്ളം വലയൊക്കെ മേടിച്ചു കൊടുക്കാന്ന KP പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നടക്കണ കാര്യമല്ല. വീടും പറമ്പും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് അവരോട് പറയാം. പെണ്ണിനെ പിടിച്ചാൽ പിന്നെ സ്ത്രീധനൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. കാര്യത്തോടെ എടുക്കുമ്പോൾ അതൊക്കെ പ്രശ്നമാ ചേട്ടാ. ഇതിലിപ്പോ താമരയുടെ അഭിപ്രായം നോക്കേണ്ട. നീ എന്താ പറയുന്നേ? എന്റെ എല്ലാ കാര്യത്തിലും ഇന്ന് വരെ തീരുമാനം എടുത്തിട്ടുള്ളത് നിങ്ങളൊക്കെയല്ലേ. ഇക്കാര്യത്തിലും നിങ്ങ തീരുമാനിച്ചോ. വേണ്ടാന്ന് പറഞ്ഞാലും വേണോന്ന് പറഞ്ഞാലും ഞാൻ കേട്ടോളാം. ഇവനെന്ത് പറ്റി? മനസ്സിലായില്ലേ? ഇല്ല. ഇവള് കല്യാണം കഴിഞ്ഞു പോയാ പിന്നെ KPനെ നോക്കേണ്ടി വരുന്നത്ര ടെൻഷനാ. അറിഞ്ഞ ചെറുക്കൻ്റെ അമ്മ വന്ന് KPയുടെ കല്യാണം ഓടി പറഞ്ഞു. ഒരു കല്യാണം ഒഴിഞ്ഞു പോയ കാര്യമാണ് മാഷ് ഇത്ര സന്തോഷത്തിൽ പറയണേ. സന്തോഷമൊന്നുമില്ല. അത് സൈക്കിൾ ഓടിച്ചു വന്നെ കിതപ്പ്.
എന്തു പറ്റി? ഈ പാതിരാത്രിക്ക് എവിടെയാണ് പോയത്? ഒന്നുമില്ല, കിടന്നിട്ട് ഉറക്കം വന്നില്ല. മോള് കിടന്നോ കിടന്നോ. അയ്യോ, നിങ്ങൾക്ക് ആരെയും പറ. ആദ്യം നടക്കങ്ങോട്ട്. എന്താണെന്ന്? സാറേ എന്നെ ഒന്നും ചെയ്യലേ സാറേ, എനിക്ക് വയറുവേനയുള്ള സാറേ. ഞങ്ങളൊക്കെ എന്ത് ചെയ്തിട്ട് സാറേ കൊണ്ടുപോകണേ? കല്യാണം ഒഴിഞ്ഞാൽ നീയൊക്കെ വള്ളപ്പുര കത്തിക്കല്ലടാ. കേറാവട്ടെ. എന്റെ അഭിപ്രായത്തിൽ KP ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ആ വരുത്തന്മാർക്ക് അങ്ങനെ തന്നെ കിട്ടണം. ഒരു കല്യാണം തീരുമാനിക്കുക, പിന്നെ ഒരു തോന്നലിന് വേണ്ടാന്ന് വെക്കുക. വള്ളപ്പുര അല്ല അവൻ്റെ ഒക്കെ വീടാ കത്തിക്കേണ്ടത്. ഈ കേസിൽ ഞാൻ KPയുടെ ഭാഗത്താ. തുണി തൈ നിനക്കത് പറയാം. പോലീസിന് തന്നെ മുഴുവൻ കിട്ടിയ ഞങ്ങളുടെ പിള്ളേർക്കാ. KP നേരിട്ട് നിന്ന് കുറ്റം ഏറ്റു പറഞ്ഞല്ലേ, പിന്നെന്തിനാ തല്ലത് അവരെ? KP പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണ ഗ്യാപ്പിൽ കിട്ടിയ കാര്യമോ പറഞ്ഞത്. ഏതായാലും മൈക്കിൾ അച്ഛൻ ഇടപെട്ടത് കൊണ്ട് ജയിലിൽ പോകാതെ പുറത്തിറങ്ങാൻ പറ്റി. എടി 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 നിക്കടി. നിന്റെ അമ്മയുടെ കൊണവതാരം കൊണ്ട് നിന്റെ എത്ര കല്യാണം ഒഴിഞ്ഞു പോയിരിക്കുന്നു. എന്നിട്ട് ഞാൻ അവരുടെ ആരുടെയെങ്കിലും വള്ളപ്പര കത്തിച്ചോ? എന്താ കാര്യം? അച്ഛന് തീരെടുത്ത് നിൽക്കാൻ പറ്റൂലല്ല. കാരണം എന്താ, അകത്ത് മുഴുവൻ മണ്ണെണ്ണയല്ലേ. അതല്ല, ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു അപകടമാണ്. അത് ഓർക്കാപ്പുറത്ത് പെട്ടെന്ന് സംഭവിക്കണം. കല്യാണം എന്താ വെടിക്കട്ടാ? ആ കാരണൊരു കാരണം നമ്മുടെ മോഹനും അപ്പച്ചനും ഒക്കെ തല്ലുകൊണ്ടല്ലേ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഉണി കണ്ട തുണി തൈ അപ്പൊ തന്നെ മകന് കിട്ടിയതാ. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാഞ്ഞത് പോലീസുകാരെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ. അല്ല സെക്രട്ടറി, നഷ്ടപരിഹാരം എന്ത് കൊടുക്കേണ്ടി വരും? വള്ളത്തിന് കേടുപാട് പറ്റാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ആ വള്ളപ്പുരം ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അതും താമരയുടെ തലയിലായി.